ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. സോ ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലോയാലിറ്റി ഗെയിമർ. ഓക്കെ, അവൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. എടാ, ഇത് ഞങ്ങളുടെ ഒരു പഴയ വേൾഡാണ്. ഞങ്ങൾ കുറേ ഗ്രൈൻഡൊക്കെ ചെയ്തത് ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് എന്നാണ് പരിപാടി? ഇന്നെന്താ ഗ്രൈൻഡിങ് ചെയ്യാം. അയൺ ആർമർ ഒക്കെ. ഓക്കെ, എന്നാ വേഗം ബ്രെഡ് വേണോ? ഇത് ഞങ്ങളുടെ നേരത്തെ ഉള്ള ഒരു വേൾഡാണ്. ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയ വേൾഡാ. ഓക്കെ, നമുക്ക് പോവാം. ഇവന്റെ ഇവനാണ് ഞാൻ വരുന്നതിന് മുമ്പ് കുറെ ഒക്കെ ഇത് എക്സ്പ്ലോർ ചെയ്തേക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എടാ വാടാ. കേവ് ഇപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും. എങ്ങോട്ട് പോവാ? അങ്ങോട്ട് തന്നെ. ഫുഡ് ഉണ്ടോ? പൊട്ടിക്കട്ടെ. ഉണ്ടാക്കാടോ, പേടിക്കണ്ട. എടാ, ഒരു സ്റ്റാക്ക് ആയെന്നാ തോന്നണേ. ഇൻവെന്ററി മൊത്തം നിറഞ്ഞു, പണിയായി. അല്ല, എന്റെ ഹേബേ ഒന്നും കാണാനില്ലല്ലോ. ഹേബേതാ? എന്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. നീ എവിടെ? എടാ വേഗം ചെയ്യാൻ പോണം. ഗ്രൈൻഡിങ് ടൈം. ഹേബേസ് എവിടെ? എവിടെ? ഞാൻ ചെസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചിട്ട് ആവശ്യമില്ലാത്ത കുറെ മാങ്ങ എടുത്തു നോക്കട്ടെ. ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ എടുത്ത് പള്ളയെ കളഞ്ഞ് ആ ചെസ്റ്റിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, ഇതിൽ നമുക്ക് ഗായ്സ്, അപ്പം നേരെ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഗ്രൈൻഡിങ്. കമോൺ. ഇന്ന് ഫുള്ള് ബ്രെഡ് ഉണ്ടാക്കും. ഒരു സ്റ്റാക്ക് ബ്രെഡ് ഉണ്ടാക്കണം. ഓക്കെ, 35 ബ്രെഡ് ആയിട്ടുണ്ട്. എടാ, നിനക്ക് എത്ര എണ്ണം വേണം? ഇവനൊരു 20 എണ്ണം. എടാ, നിനക്കൊരു 20 എണ്ണം ആ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്, എടുത്തോ. എന്റെ പിക്കാക്സും ഉണ്ട്. രാത്രി ആവാറായി. അപ്പൊ ഇനി നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസം നമുക്ക് മൈൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കേടാ, വാ കിടക്കാം. വീടവിടെ? വില്ലേജിനെ ഒറ്റിയാണ് നമ്മൾ താമസിക്കുള്ളൂ. ഇനിയും വില്ലേജസിനെ ഒറ്റയേ ഉള്ളൂ. കേറ്, വാ ഇങ്ങോട്ട്. എവിടെ ഗായ്സ്? ഇവന് കൊടുത്താൽ മാത്രമേ എനിക്ക് ഇന്ന സൗകര്യം ഇല്ല മോനെ. എന്റെ കയ്യിൽ വേറെ ബെഡ് ഉണ്ട്. ഞാൻ പുറത്ത് ബെഡ് വെച്ച് കിടന്നോളാം. കുഴപ്പമില്ല, കിടന്നോ. നീ കിടന്നേ, എനിക്ക് ഉറങ്ങാനുള്ള. ഓക്കെ, ഞാൻ ഉറങ്ങുന്നു. സോ ഗായ്സ്, ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞങ്ങൾ പണ്ടേ തുടങ്ങിയ ഒരു വേൾഡാണ്. ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തരാം. നീങ്ങ വന്നേ, നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള. നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പ് മൈനിങ് ചെയ്ത് പോയല്ലോ, ഇവിടുന്ന് താഴത്തോട്ട്. എന്നിട്ടാണോ ഇൻസ്റ്റന്റ് ഡെത്ത് ആവാൻ അല്ലേ? ഉയ്യോ ദൈവമേ. എടാ, ഇവിടുന്ന് എങ്ങനെ ബ്ലോക്ക് അപ്പ് ചെയ്ത് വരും? ബ്ലോക്കും ഇല്ല. താഴെ വീണോ ചാവലുറപ്പാ. നോ, ചത്തു. പ്ലീസ് കൊല്ലല്ലേ, പ്ലീസ്. കാലുപിടിക്കാം, അടിയല്ലേ. എടാ, എന്തിനാണോ ഇതെന്തുവാണ്? ദൈവത്തിനറിയാം. നീ അവിടെയാണോ? തിരിഞ്ഞു നോക്കിക്കേ. നിന്റെ ലാഭ ബക്കറ്റല്ലേ? ഷീൽഡും മറ്റേ താഴത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇൻസ്റ്റന്റ് ഡെത്തായിരിക്കും.
എന്റെ പൊന്നേ, ഇത് കണ്ടിട്ട് മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഇങ്ങോട്ടൊന്നും ചാവാതിരുന്നാ മതിയായിരുന്നു. അയ്യോ ശീനാ മോനെ. ഗായ്സ്, ഇത്രയും വലിയ ഗുഹയിലോട്ടെങ്ങാനും ഇറങ്ങി കഴിഞ്ഞാൽ തീർന്ന്. എടാ നീ അവിടെ ആ ഡേ ഇങ്ങോട്ടോടാ. എൻ്റെ ഒരു ബ്ലോക്ക് എൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്. ദൈവമേ, എടാ ഞാനൊരു ഒറ്റ ബ്ലോക്കിലാ നിൽക്കുന്നത്. ഇതാരേലും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർന്ന്. ഡാ ഞാൻ നിന്റെ അടുത്തോട്ടില്ലേ, വേണേ കൊബിൾ സ്റ്റോൺ വെച്ച് തരാം. ഞാൻ നിന്റെ അടുത്തോട്ട് കൊബിൾ സ്റ്റോൺ വെച്ച് വന്നിട്ടുണ്ട്. നീ അവിടെ ഇതെന്തിനാണ് ബ്ലോക്ക് പൊട്ടിക്കുന്നേ? എടാ ഇശാന്, നമുക്ക് മൈനിങ് വേണം. പക്ഷെ ഈ ഗുഹയ്ക്കകത്ത് മൈനിങ് പോകാൻ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുക. പക്ഷെ അത് നിനക്ക് എന്നെ പോലെയുള്ള ആര് പറഞ്ഞു ഞാൻ നൂബാന്ന്? ഞാനും വരൂടാ. അണ്ണൻ വന്നു എന്ന് പറഞ്ഞാൽ അണ്ണൻ വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ ഇറങ്ങും? ഒന്ന് മാറിക്കും വേണ്ടി ഞാൻ പുറത്തിട്ട് അപ്പോ ദൈവമേ, എടാ ഇത് കാരണം മനുഷ്യന്റെ സ്ക്രീൻ ലാഗാവുന്നു. ദേ അവിടെ ആയൺ. ഞാൻ കോള് ഞാൻ ആ സൈഡിൽ നോക്കിയപ്പോ ഞാൻ അയൺ കണ്ടു. ഇങ്ങോട്ട് വേടാ. ദേ അങ്ങോട്ട് നോക്ക്. ദേ അയൺ. അതോ പോടാ അവിടുന്ന്. അത് ഞാൻ മൈൻഡ് ചെയ്തോണ്ട് പറഞ്ഞു. എന്റെ പിന്നെ അത്രയും ദൂരെ അതും ഞാനെങ്ങനെയെങ്കിലും ഇച്ചിരി ബ്ലോക്ക് എടുക്കട്ടെ. നീ ചാവുവാണോ? ഞാൻ ചട്ടന ഡൈയിങ് സൗണ്ട് കേട്ടു. അങ്ങനാണോടാ? ഞാൻ സോംബിനെ കൊന്ന് എനിക്ക് അയം കിട്ടി. എനിക്ക് അയം കിട്ടി. ദൈവമേ, ഇപ്പൊ ഞാൻ താഴെ പോയേനെ. അതും ഭീകരമായ ഒരു കുഴിയിലേക്ക് ഞാനും ഇപ്പൊ പോയേനെ മകനെ. ഇനിയിപ്പൊ നീ എങ്ങനെ കേറി വരും? ഞാൻ കേറി വരുന്നില്ല. ഞാൻ ഇവിടുന്ന് തൊരയാൻ പോന്നാ. ഇച്ചിരി കോബിൾ സ്റ്റോൺ മൈനിങ് കിട്ടെ. അവിടെ വരെ എങ്ങനെയെങ്കിലും ബ്ലോക്ക് എടുത്ത് പോണം. എന്നിട്ട് ആ അയൺ എനിക്ക് നോക്കണേ. ഞാൻ ഇവിടെ വന്നു. എവിടെ നീ? എവിടെ? ഇങ്ങോട്ട് വരില്ലേ? ഫുള്ള് അയണും സ്കെലിറ്റനും ഉണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും അയൺ പൊക്കാൻ പോവാ. എനിക്കും വേണം. ഒരയണേ ഉള്ളു. അയ്യോ, അത് താഴത്തോട്ട് പോണല്ലോ ഇനി. ലാഗ്, വല്ലാത്ത ലാഗ്. അപ്പൊ നിന്റെ ലൂട്ട് ഗൈസ്, ലോയാലിറ്റി ഗെയിമർ ഡൈ. അങ്ങനെ നീ എങ്ങനെ ചത്തല്ലോ? സീക്രട്ട് ബേസാ? അപ്പൊ അതൊക്കെ ഉണ്ട് മോന്. നെതറേറ്റ് വല്ലതായിരിക്കും. ഇവ ഞാൻ പോലും കുറെ കളിച്ചിട്ടുണ്ട് എന്റെ ഗൈസ്. ദൈവമേ, അതിനി താഴത്തോട്ട് പോണല്ലോ ഞാൻ. എടാ ഞാൻ മൂഞ്ചിയടാ. നീ എവിടെ? എന്നെ കണ്ടില്ലല്ലോ. ഞാൻ വീട്ടിലാ. വീട് കാണാം. നിന്റെ നെയിം ടാഗ് കാണാം. അവൻ നിന്റെ നെയിം ടാഗ് ഇങ്ങനെ അടി പോയേ. നീ വീട്ടിൽ വന്നോ? പക്ഷെ എനിക്ക് നിന്റെ നെയിം ടാഗ് ഓടുന്ന കാണാമല്ലോ. ദിസ് ഈസ് യുവർ
പോടാ പോടാ എന്താണാ Holy shit! Wow, what a super base. Sorry. എന്തുവാടാ ഇത്? ഇനി ഞാൻ കളിക്കാൻ സമ്മതിക്കില്ല. എന്റെ വീക്ക് ബേസ് കാണാൻ ഞാൻ അവിടെ സ്പോണായേ. ഉയ്യോ. ടാ. ഇറങ്ങിപ്പോയി ഇവിടെ ഞാൻ എങ്ങനെയാണ് മാറ്റാൻ ഇത് നല്ല സാധനങ്ങൾ എടുത്ത് വേറെ ഉണ്ടാക്കേണ്ട കാര്യം. എടാ ഇത് ഏത് പട്ടിക്കാട്ടാടാ? എടാ നിന്നോട് ആരാ എന്നെ ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞേ? നീ ആ ബെഡ് പൊട്ടിച്ചല്ലേ? ഞാൻ പൊട്ടിച്ച് ദുഷ്ടാ, ഞാൻ കൊല്ലൂടാ. ഇനി ഞാൻ എങ്ങനെ വരും? ഡയമണ്ടിന്റെ സാധനങ്ങളാ അതൊക്കെ നീ അതാണല്ലോ നിന്റെ സീക്രട്ട് ബേസ്. ഇവിടെ ഇനി നടക്കുന്ന സാധനം കണ്ടോ? നീ സ്ഥലത്ത് ദുഷ്ടനാടാ, നീ ദുഷ്ടനാ. നീ എന്നെ പരിപാടി എന്നെ എലോറ്റി സോഫ് ആയതുകൊണ്ട് ടിപിയും ചെയ്യാൻ പറ്റൂല. ദുട്ടാ, നീ എന്തിനാണ് എന്നെ കൊന്നേ? അതൊന്ന് പറ. ഇനി ഞാൻ എങ്ങനെ ഏത് ഡിറക്ഷനാണ് നിന്റെ സ്ഥലം? ഞാൻ തിരി പറയണം. നീ എന്റെ സീക്രട്ട് ബേസ് കണ്ടുപിടിച്ചില്ല. ഇനി ഞാൻ മാറ്റി ഉണ്ടാക്കണം. ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ഞാനാണെങ്കിൽ ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ പോവല്ലേ. എന്റെ വീഡിയോക്ക് ആരും ഒരു നല്ല വ്യൂസ് പോലും വരാ. എന്റെ വീഡിയോക്ക് ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല. അല്ലേലും എന്റെ സബ്സ്ക്രൈബേഴ്സ് പോലും എന്റെ വീഡിയോ കാണുന്നില്ല. ഇനി ഞാൻ എങ്ങനെയാടാ നിന്റെ തിരിച്ചു വീട്ടിലോട്ട് വരുന്നത്? ഒരു ക്ലോക്ക്, ഹോയി, ഫ്ലിന്റ് ആണെങ്കിൽ കോബിൾസ്റ്റോൺ. എനിക്ക് ക്ലോക്ക് കിട്ടി. അയ്യോ രാത്രി ആവാറായി. നിന്റെ ചെസ്റ്റ് പ്ലേറ്റ് എല്ലാം കിട്ടും. ഞാൻ ഇവിടെ വെക്കണം. സോറി ബ്രോ, ക്ഷമിക്കാം. എന്റെ അയണിന്റെ പിക്കാക്സ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് മൈൻഡ് ചെയ്തെടുത്ത എന്റെ അയണാന്നറിയോ അത്? നീ ഒരു ദുഷ്ടനാടാ. അവിടെ വെറുതെ കിടന്നപ്പോ ഞാൻ കുറച്ച് എടുത്തായിരുന്നു. ഗായ്സ്, അത് ഈ വീഡിയോയിൽ ഞാൻ സോറി. അല്ല ഞാനിവിടെ ഞാൻ ഇനി എങ്ങനെ അങ്ങോട്ട് തിരിച്ചു വരാനാ? ഞാൻ നിന്നെ വന്നു കണ്ടു. എനിക്ക് നീ എവിടെയാണെന്ന് ഇപ്പൊ അറിയാം. എങ്ങനെ? ഞാൻ ഇപ്പൊ വരും. ഞാൻ കണ്ടു ഡയമണ്ട് നെതറൈറ്റ് ആക്കി കൊണ്ടുവരുന്നു. കുട്ടാ രാത്രി ആവാറായി. പോയി മുമ്പ് കിടക്ക്. ഞാൻ ഇല്ലാതെ നീ എങ്ങനെ കിടക്കും? പറ, ഞാൻ ഇല്ലാതെ നീ എങ്ങനെ കിടക്കും? ഞാൻ ഏതേലും പട്ടിക്കാട്ടി പോയി എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കോളാം. എനിക്കൊരു ക്ലോക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ചു വന്നാലേ ഞാനില്ല, നേരെ ഡിക് ഡൗൺ ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ താഴത്തോട്ട് പോകാനുള്ള പരിപാടിയാ. നിന്റെ സീക്രട്ട് ബേസ് എന്ത് വേണേലും ആയിക്കോട്ടെ. ഞാൻ സ്റ്റെപ്പ് മൈനിങ് ചെയ്യാൻ പോവാ. ഞാൻ അവിടെ എത്ര ഗ്രൈൻഡ് ചെയ്ത് നീ കണ്ടോ?
നീ ഡിറക്ഷൻ, ഞാനൊരു ഡിറക്ഷൻ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ തിരിച്ചു വരും? എനിക്കറിയാം, ഞാൻ വരൂല. നീ ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കൂല. നിനക്കെന്നെ നീ എന്നെ കണ്ടുപിടിച്ചാ മാത്രമല്ല ഞാൻ നിന്നെ പുറകെ വരത്തുള്ളൂ. നൈറ്റ് നിന്നെ ഞാൻ കാണിച്ചു തരാം. നീ എന്റെ ക്രിക്കറ്റ് അകത്ത് കയറി. അതൊക്കെ ഭയങ്കര ക്ഷമിക്ക്. ഇല്ല, ഇനി ഈ വില്ലേജ് എന്റെ ബേസാ. ഞാൻ ഉറങ്ങാതെ നീ എങ്ങനെ ഉറങ്ങും? എനിക്ക് ബെഡില്ല. എനിക്കാകെ ഒരു ബൂള് മാത്രമേ ഉള്ളൂ. അതെന്റെ പ്രശ്നമല്ല. നിന്റെ പ്രശ്നമാവണ്ട. ഞാൻ ഇവിടെ ഇത് ഏതോ ഒരു പട്ടിക്കാട്ടാ. നിന്നെ കൊന്നത് നീ ഇത് യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ട അത് നിന്നെ കൊന്നതല്ലേ ഇതിന്റെ അകത്ത് വരും. ഞാൻ ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ തന്നെയാ അല്ലേ ഗൈസ്? ആണോ? അന്ന് ഇപ്പൊ നോക്കാൻ പോകുന്നതാണ്. നിന്നെ കൊന്നത് ലൈവ് ആയിട്ടല്ല. നിന്റെ സീക്രട്ട് ബേസ് ഞാൻ യൂട്യൂബിൽ ഇട്ടു. ഇനി ഞാനിത് വൈറലാക്കൂല. കളയാൻ പോവാ. TNT വെച്ച് പൊട്ടിക്കാൻ പോവാ. ഇച്ചിരി ദൂരെ ആക്കാൻ പോവാ. നമ്മൾ എന്തായാലും ഇവന്റെ ബേസ് കണ്ടുപിടിക്കും. ഇവനോട്ട് നല്ല പണി കൊടുക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. റീസെൽ ഗെയിമിംഗ് മച്ചാന്റെ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ ടേക്ക് കെയർ ആൻഡ് ബൈ.